ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സ്ഥാനാർത്ഥി മോഹമില്ലെന്നും പാർട്ടി നിരവധി അവസരങ്ങൾ തന്നിട്ടുണ്ടെന്നും പാർട്ടി പറയുന്നതെന്തും അനുസരിക്കാനാണ് തീരുമാനമെന്നും ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ. സ്ഥാനാർത്ഥി മോഹമില്ലെന്നും പാർട്ടി നിരവധി അവസരങ്ങൾ തന്നിട്ടുണ്ടെന്നും പാർട്ടി പറയുന്നതെന്തും അനുസരിക്കാനാണ് തീരുമാനമെന്നും ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി. വേണുഗോപാൽ. അതേസമയം മേജർ രവി ഒറ്റപ്പാലം മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും മേജർ രവിയുടേതടക്കം 4ഓളം ആളുകൾ പേരുകൾ കോർ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും മേജർ രവി അടക്കം ആര് സ്ഥാനാർത്ഥിയായാലും ഒറ്റപ്പാലത്തെ ബി.ജെ.പി. സന്തോഷത്തോടെ പ്രവർത്തിക്കുമെന്നും ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി. വേണുഗോപാൽ പറഞ്ഞു. മേജർ രവിയുടേതടക്കമുള്ള വിവിധ പേരുകൾ ഇവിടെ കോർ കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയുടെ ഈ രംഗത്ത് അഭിപ്രായം പറയേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. ഒന്നല്ല 3ഓ 4ഓ പേരുകളാണ് ഒറ്റപ്പാലത്ത് നിന്ന് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് മേജർ രവി വരികയാണെങ്കിൽ പാർട്ടി 2 കൈയും നീട്ടി സ്വീകരിക്കും. ഒറ്റപ്പാലത്ത് നല്ല വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ ആ സ്ഥാനാർത്ഥിത്വത്തിനോട് മേജർ രവി എന്ന് മാത്രമല്ല ആരെയാണോ പാർട്ടി പ്രഖ്യാപിക്കുന്നത് ആ സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി പരിപൂർണമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുപ്രകാരം മേജർ രവി ആണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ പാർട്ടി സ്വീകരിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഭാഗമായ പല പ്രദേശങ്ങളിലും മേജർ രവി തന്റെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരിയാനംപറ്റ പൂരം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ പ്രധാന ഉത്സവങ്ങളിലും പങ്കെടുക്കുകയും കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ബി.ജെ.പി. ഓഫീസിൽ എത്തുകയും ചെയ്തതോടെ മേജർ രവി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു തുടങ്ങിയിരുന്നു. യു.ഡി.എഫിന്റെയോ എൽ.ഡി.എഫിന്റെയോ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും അതേസമയം പി.കെ. ശശിയെക്കുറിച്ച് യു.ഡി.എഫ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറിപ്പോകുമോ എന്നും അതിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നറിയാനായിരിക്കും ജനങ്ങൾക്ക് താല്പര്യമെന്നും പി. വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിൽ ആര് സ്ഥാനാർത്ഥിയാവും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിന് കാരണം പി.കെ. ശശിയെക്കുറിച്ച് എന്താണോ കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അതൊരു സുപ്രഭാതത്തിൽ മാറിപ്പോകുമോ, അതിനോട് കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും, ഇതറിയാനാണ് ജനങ്ങൾക്ക് താല്പര്യം. പി.കെ. ശശി എൽ.ഡി.എഫിനെയും എൽ.ഡി.എഫ് പി.കെ. ശശിയെയും പറയുന്നതിൽ നിന്ന് തന്നെ എന്താണ് എൽ.ഡി.എഫ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും ഒറ്റപ്പാലത്ത് ബി.ജെ.പിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി.കെ. ശശിയുടെ വരവ് കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നും ഇത് ബി.ജെ.പിക്ക് അനുകൂലമാവുമെന്നും യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും അസംതൃപ്തർക്ക് ആശ്രയിക്കാവുന്ന പാർട്ടിയായി ബി.ജെ.പി. ഒറ്റപ്പാലത്ത് മാറിയതായും പി. വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും മുഖം രക്ഷിക്കാനാണെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ പി.കെ. ശശിയുടെ പേരിൽ നേരത്തെ ഉണ്ടായ ആരോപണത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത്ര നല്ലൊരു ക്യാരക്ടറായിരുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പറയുന്നില്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പി.കെ. ശശിക്കെതിരെയും പി.കെ. ശശി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയും പറഞ്ഞുകൊണ്ട് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കാം. അപ്പോൾ ആ നിലയിൽ പി.കെ. ശശി ഇനി ആരുടെ സ്ഥാനാർത്ഥിയായാലും, ഇനി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനെക്കുറിച്ച് വേവലാതിയില്ല. പാർട്ടി ഒറ്റപ്പാലത്ത് വളരെ നല്ല വളർച്ചയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 42,000-ൽ അധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2 പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തിലും ബി.ജെ.പി. ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി. മുഖ്യ പ്രതിപക്ഷമാണ്. കോൺഗ്രസ് ഒരു കാലത്ത് ഭരണപക്ഷമായിരുന്ന കോൺഗ്രസ് അടങ്ങുന്ന മുന്നണി യു.ഡി.എഫ് പോലും ബി.ജെ.പിയേക്കാൾ എത്രയോ പിന്നിലാണ്. അമ്പലപ്പാറ പഞ്ചായത്തിൽ മുഖ്യ പ്രതിപക്ഷമാണ്. അമ്പലപ്പാറ പഞ്ചായത്തിൽ ബി.ജെ.പി. ഭരണത്തിൽ വരേണ്ടതായിരുന്നു. അതില്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയില്ല. എന്തായാലും പി.കെ. ശശിയുടെ വരവ് കോൺഗ്രസ്സിലെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.